ഹലോ കൂട്ടുകാരെ, ഇന്ന് നമ്മൾ വളരെ ഫേമസ് ആയിട്ടുള്ളൊരു കാശി ഹൽവയാണ് തയ്യാറാക്കുന്നത്. ഇതിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻസ് പറഞ്ഞാൽ കുമ്പളങ്ങയാണ് കേട്ടോ. അപ്പോൾ അതെങ്ങനെ തയ്യാറാക്കേണ്ടത് നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ നമുക്ക് കാശി ഹൽവ തയ്യാറാക്കാനായിട്ട് തുടങ്ങാം. അതിനായിട്ട് ഞാനിവിടെ കുമ്പളങ്ങയാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. ഇവിടെ ഒരു 1.5 കിലോ വരുന്ന ഒരു കുമ്പളങ്ങയാണ് എടുത്തിരിക്കുന്നത്. അത് നല്ലതുപോലെ ഒന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കണം. തൊലിയും കുരുവും ഒക്കെ നീക്കം ചെയ്തതിന് ശേഷം നല്ലതുപോലെ കഴുകിയെടുക്കുക. കഴുകിയെടുത്തതിന് ശേഷം ഇതുപോലത്തെ ഒരു ഗ്രേറ്റർ എല്ലാവരുടെയും വീട്ടിലുണ്ടാവുന്നതായിരിക്കും. ആ ഗ്രേറ്റർ വെച്ചിട്ട് ഇതുപോലൊന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കണം. അപ്പോൾ എല്ലാവർക്കും അറിയാമല്ലോ, കുമ്പളങ്ങയിൽ നല്ലപോലെ വെള്ളം ഉള്ളതാണെന്ന് അറിയാമല്ലോ. അപ്പോൾ ഇതുപോലെ ഗ്രേറ്റ് ചെയ്തെടുക്കുമ്പോൾ അതിൻ്റെ അകത്ത് നല്ലതുപോലെ വെള്ളമൊക്കെ ഇറങ്ങി വരും കേട്ടോ. ഇത് വേണമെങ്കിൽ നിങ്ങൾക്ക് തുണിയിൽ അരിച്ച് വേണമെങ്കിൽ എടുക്കാം. പക്ഷേ തുണിയിൽ അരിച്ചെടുക്കുമ്പോൾ ഇതിനകത്തുള്ള മൊത്തം വെള്ളമേ നമ്മൾ പിഴിഞ്ഞെടുക്കാതെ നോക്കുക. ഞാനിപ്പം തുണിയിലൊന്നും അരിച്ചെടുക്കുന്നില്ല, അരിപ്പയിലൊന്നും അരിച്ചെടുക്കുന്നില്ല. ഇതുപോലെ കയ്യിൽ എടുക്കുമ്പോൾ ആ വെള്ളം കൂടുതലായിട്ടുള്ളത് താഴത്തോട്ട് നമ്മുടെ കയ്യിൽ തന്നെ വീഴും. ഒരുപാട് ഇത് പിഴിഞ്ഞെടുക്കേണ്ട ആവശ്യമില്ല. നമുക്ക് ഈ കുമ്പളങ്ങ ഒന്ന് വേകാൻ വേണ്ടിയുള്ള വെള്ളം മാത്രം എടുത്ത് വെച്ചാൽ മതി. ജസ്റ്റ് ഒന്ന് അമുക്കിയാൽ തന്നെ ആ വെള്ളം താഴെ പൊക്കോളും. ആവശ്യത്തിനുള്ള വെള്ളം നമ്മുടെ കുമ്പളങ്ങയിൽ ഉണ്ടാകും. അപ്പോൾ ഒരുപാട് നിങ്ങൾ ആ വെള്ളം കളയരുത് കേട്ടോ. ഇല്ലയെന്നുണ്ടെങ്കിൽ നിങ്ങൾ നല്ലതുപോലെ അരിച്ചെടുത്തതിന് ശേഷം കുമ്പളങ്ങയുടെ വെള്ളം കളയാതെ ഒരു 2 കപ്പ് മാറ്റി വയ്ക്കുക. ഈ ഒരു കപ്പിൽ 2 കപ്പ് എനിക്ക് കുമ്പളങ്ങയുടെ ഇതുണ്ടായിരുന്നു. നമ്മളിപ്പോൾ കുമ്പളങ്ങ ഇപ്പം 1 കപ്പാണെന്നുണ്ടെങ്കിൽ 1 കപ്പ് പഞ്ചസാര അങ്ങനെയാണ് ചേർക്കേണ്ടത്. ഇപ്പോൾ എനിക്കിവിടെ 2 കപ്പ് കുമ്പളങ്ങയുടെ ഇതുണ്ടായിരുന്നു. അപ്പം ഞാൻ 2 കപ്പ് പഞ്ചസാരയാണ് എടുക്കുന്നത്. ഇനി നമുക്ക് അലുവ ഉണ്ടാക്കാനായിട്ട് തുടങ്ങാം. അതിനായിട്ട് നമ്മൾ ഒരു ചൂട് കട്ടിയുള്ളൊരു പാത്രം തന്നെ എടുക്കുക അലുവ ഉണ്ടാക്കാനായിട്ട്. അതിലേക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം നമ്മുടെ എടുത്ത് ഗ്രേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന നമ്മുടെ കുമ്പളങ്ങയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമ്മുടെ കുമ്പളങ്ങയൊക്കെ ഒന്ന് വെള്ളം വറ്റാറായി വരുന്ന സമയത്ത്, ആ സമയത്ത് തന്നെ നമ്മുടെ കുമ്പളങ്ങ വെന്തിട്ടുണ്ടായിരിക്കും. വെള്ളം വറ്റാറായി വരുന്ന സമയത്ത് നമുക്കതിലേക്ക് ആ കുമ്പളങ്ങ എടുത്ത അതേ പാത്രത്തിൽ തന്നെ 2 കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുക്കുകയാണ് കേട്ടോ. നിങ്ങൾക്ക് വേണമെങ്കിൽ ബ്രൗൺ ഷുഗർ ചേർത്ത് കൊടുക്കുക ഇതിന് പകരം, അല്ലാന്നുണ്ടെങ്കിൽ ശർക്കര ചേർത്തു. പക്ഷേ ശരിക്കുമുള്ള ആ കാശി ഹൽവയുടെ ടേസ്റ്റും ടെക്സ്ചറും കിട്ടണമെന്നുണ്ടെങ്കിൽ കറക്റ്റ് നമ്മൾ പഞ്ചസാര തന്നെ ചേർക്കണം കേട്ടോ. സാധാരണ ഹൽവയെക്കാട്ടിലും കാശി ഹൽവ നല്ലപോലെ നമ്മുടെ മധുരം മുന്നിട്ട് നിൽക്കുന്നൊരു ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഹൽവ എന്ന് പറഞ്ഞാൽ രണ്ടും സമാസമം തന്നെ എടുക്കുക. പഞ്ചസാരയും കുമ്പളങ്ങയും ഒരേപോലെ തന്നെ എടുക്കണം. അതിലേക്ക് 1 നാരങ്ങയുടെ നീരും കൂടി പിഴിഞ്ഞു കൊടുക്കുന്നുണ്ട്. നമ്മുടെ പഞ്ചസാരയൊക്കെ നല്ലതുപോലെ അലിഞ്ഞ് ഒന്ന് കുറുകി വരുന്ന സമയത്ത് നമുക്കതിലേക്ക് 1 നാരങ്ങയുടെ നീരും കുറച്ച് ഫ്ലേവറിന് വേണ്ടി ഏലക്കാപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം 1 ടേബിൾ സ്പൂൺ നെയ്യും കൂടി ഒഴിച്ച് ഒന്നുകൂടെ വഴറ്റിയെടുക്കുക. നെയ്യ് ഒഴിച്ച് എനിക്കിപ്പോൾ ഇവിടെ മൊത്തത്തിൽ ഒരു 5 ടേബിൾ സ്പൂൺ നെയ്യ് ഞാൻ ചേർത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ അതിലേക്ക് ഒന്ന് കുറുകി വരുന്ന സമയത്ത്, ഒന്ന് കട്ടിയായി വരുന്ന സമയത്ത് നമുക്കതിലേക്ക് കശുവണ്ടിയോ അല്ലെങ്കിൽ ബദാമോ നല്ലതുപോലെ നെയ്യിൽ മൂപ്പിച്ചിട്ട് കൊടുക്കാം. കശുവണ്ടി ആയിരിക്കും ഒന്നുകൂടെ നല്ലത്. എൻ്റെ കയ്യിൽ കശുവണ്ടി അവൈലബിൾ അല്ലാത്തതുകൊണ്ട് ഞാനിവിടെ ബദാമാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. ബദാമോ പിസ്തയോ എന്താ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഡ്രൈ ഫ്രൂട്ട്സ് ചേർക്കാം കേട്ടോ. അത് നെയ്യിൽ മൂപ്പിച്ചും കൂടി ചേർത്തിട്ടുണ്ട്. അതിനുശേഷം നമ്മുടെ അലുവ ഒന്ന് കട്ടിയായി വരുന്ന സമയത്ത് നമുക്ക് തീ ഓഫ് ചെയ്യാം. ഈ ഒരു പരുവാണ് കാശി ഹൽവ ഇരിക്കുന്നത് കേട്ടോ. അപ്പോൾ വളരെ ടേസ്റ്റി ആയിട്ടുള്ള കാശി ഹൽവ തയ്യാറായിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. കുമ്പളങ്ങ സാധാരണ കഴിക്കാൻ ഇഷ്ടമില്ലാത്തവർക്ക് ഇങ്ങനെയൊക്കെ ചെയ്ത് കൊടുത്താൽ വളരെയധികം ഇഷ്ടപ്പെടും. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് ഇടാൻ മറക്കരുത് കേട്ടോ നിങ്ങൾ. അപ്പോൾ നമ്മുടെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഫേസ്ബുക്ക് പേജ് ഫോളോ ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇതുപോലെ പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നതിന് വരെ താങ്ക്സ് ഫോർ വാച്ചിങ്. താങ്ക് യു. ബൈ.